ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പ്രീമിയർ ലീഗിൽ നടന്ന ലിവർപൂൾ വേഴ്സസ് എവർട്ടൺ മത്സരം 2-2 എന്ന ഗോൾ സ്കോറിൻ്റെ സമനിലയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു മത്സരത്തിലെ സമനിലയോടുകൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ 57 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് ലിവർപൂളും 26 പോയിന്റുമായിട്ട് 16-ാം സ്ഥാനത്ത് എവർട്ടണും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലിവർപൂളിന് വേണ്ടി ഈജിപ്ഷ്യൻ താരം മുഹമ്മദ് സലായും അർജന്റീനൻ താരം മാക്കാലിക്സറുമാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ആദ്യ ഹാഫിലേക്ക് വരുന്ന സമയത്ത് രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഗായ്സ് ഉണ്ടായിരുന്നത്. എനിക്കൊരു മാച്ചിൽ നെഗറ്റീവായിട്ട് പറയാനുള്ള 3 താരങ്ങൾ ബ്രാഡ്ലി, റോബർട്ട്സൺ, അതുപോലെ ഗാബ്കോ. റോബർട്ട്സൺ വളരെ വീക്കായിരുന്നു എന്നല്ല, പക്ഷെ പുള്ളി കളിക്കുന്ന ആ ഒരു ഫോമിലായിരുന്നില്ല ഇന്നത്തെ മാച്ചിൽ. ഗാബ്കോനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഒരുപാട് സ്കോർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടായിരുന്നു. അഗെയിൻ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഈ ഒരു മത്സരം സ്ട്രൈക്കറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ലൂയിസ് ഡിയാസ് ആണ്. പുള്ളി ഇന്ന് ഈ മത്സരത്തിൽ വിങ്ങിലാണ് പ്ലേ ചെയ്തിരുന്നെങ്കിൽ എനിക്കൊന്ന് സിമ്പിളായിട്ടൊരു 4-5 ഗോൾ സ്കോർ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. മുഹമ്മദ് സലാം മാക്സിമം എഫേർട്ട് ഇട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ അതിനുള്ള ഒരു സ്ട്രൈക്കർ ഇല്ലാത്ത, ഡാർവിൻ നൂണസ് ഇല്ലാത്ത ഒരു കുറവ് ഈ ഒരു മത്സരത്തിൽ നല്ല പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്താണ് അഗൈൻ പ്രസ്സിങ് വളരെ നല്ല രീതിയിൽ പ്രസ് ചെയ്തു. അറ്റാക്കിങ്ങിൽ ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിലാണ് ലിവർപൂളിൻ്റെതായ ഒരു പ്ലേയിങ് സ്റ്റൈൽ ഉണ്ടല്ലോ, ആ ഒരു ട്രാക്കിലേക്ക് വന്നത്. പക്ഷേ വില്ലനായി വന്നത് എവർട്ടൺ അല്ല, അൺഫെയറിങ് എന്നൊക്കെ പറഞ്ഞ ഈ സീസണിൽ ഇത്രയും അൺഫെയറിങ് ആയിട്ടുള്ളൊരു റഫറിങ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ലിവർപൂളിനെ എങ്ങനെയെങ്കിലും ഈ ഒരു മത്സരം തോൽപ്പിക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുത്തിട്ട് വന്ന പോലെയാണ് ഗൈസ്. എനിക്ക് പേഴ്സണലി എങ്ങനെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എടുത്ത് പറയേണ്ട എക്സ്ട്രാ ടൈമിലേക്ക് വരുന്ന സമയത്ത് 7 മിനിറ്റ് എക്സ്ട്രാ ടൈം, അതിനുശേഷം അഗെയിൻ 5 മിനിറ്റ്സ്, 12 മിനിറ്റ് എക്സ്ട്രാ ടൈം. ഇതിൽ നിന്ന് അത്യാവശ്യം നോളജുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്താണ് ഇവർ ഉദ്ദേശിച്ചത് എന്ന് എല്ലാവർക്കും മനസ്സിലാവും. ഈ ഒരു മത്സരത്തിൽ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫൈനൽ എക്സ്ട്രാ ടൈമിലാണ് എവർട്ടൺ അഗെയിൻ ഒരു ഗോള് തിരിച്ചടിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു മത്സരം ലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.